ഇന്നത്തെ ഈ വീഡിയോ ഡിജിറ്റൽ തെർമോമീറ്റർ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരുടെ വീട്ടിലും നിങ്ങൾ സൂക്ഷിക്കുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്നതും ആയിരിക്കും. പക്ഷേ ഒരു 5 ടിപ്സ് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നതിനും അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷവും മുമ്പും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻഡ് വരെ കാണണം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സാധാരണ താപനില ടെമ്പറേച്ചർ 98.6 ഫാരൻഹീറ്റ് ആണ് നമുക്ക് ഉള്ളത്, നോർമലായിട്ട് കണ്ടുവരുന്നത്. സെൽഷ്യസ് ആണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ സെൽഷ്യസ്, ചില തെർമോമീറ്റർ സെൽഷ്യസ് ഫാരൻഹീറ്റും ഉണ്ട്, അത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതും ഞാൻ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. പണ്ട് നമ്മൾ ഗ്ലാസ് തെർമോമീറ്ററുകൾ ഉപയോഗിച്ചിരുന്നു അല്ലേ, പക്ഷേ കുട്ടികളും പ്രായമുള്ളവരും പിന്നെ അപസ്മാരം പോലെയുള്ള കാര്യങ്ങളുള്ളവരും പിന്നെ ഷിവറിങ് ഉള്ളവർക്കും ഒക്കെ ഈ ഗ്ലാസ് തെർമോമീറ്റർ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതല്ല, അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ പലതരത്തിലുള്ള ഡിജിറ്റൽ തെർമോമീറ്ററുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇവയോടൊപ്പം ലഭിക്കുന്ന മാനുവലുകൾ നല്ലപോലെ അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സെൽഷ്യസ് ഫാരൻഹീറ്റിലോട്ടും ഫാരൻഹീറ്റ് സെൽഷ്യസിലോട്ടും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഹിഗ്സിൻ്റെ തെർമോമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാനുവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാനുവൽ എല്ലാവരും പഠിക്കണം. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് വേണം. നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുന്നതിന് മുമ്പ് 198.8 കാണിക്കും. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പ്രീവിയസ് റീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇത് സെൽഷ്യസിലാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, സെൽഷ്യസിലാണ്. അപ്പോൾ നമുക്ക് സെൽഷ്യസിനേക്കാളും നമുക്ക് ഈസി ആയിട്ടുള്ള ഫാരൻഹീറ്റ് അല്ലേ. അപ്പോൾ ഫാരൻഹീറ്റിലോട്ട് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇത് ഓൺ ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഒരു 4 സെക്കൻഡ് നേരം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി ഇത് ഫാരൻഹീറ്റിലോട്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തെർമോമീറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തെർമോമീറ്റർ വയ്ക്കാനായിട്ട് നാവിൻ്റെ അടിയിലും വയ്ക്കാം, കക്ഷത്തിൽ വയ്ക്കാം, പിന്നെ അതുപോലെ തന്നെ റെക്ടത്തിലും വയ്ക്കാം. പക്ഷേ നാക്കിൻ്റെ അടിയിലും കക്ഷത്തിലും വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല എളുപ്പം. നാക്കിൻ്റെ അടിയിൽ വെച്ചാലും നമുക്ക് കൂടുതൽ കൃത്യതയുള്ള കറക്റ്റായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമുക്ക് കിട്ടും. കക്ഷത്തിൽ തെർമോമീറ്റർ വയ്ക്കുമ്പോഴത്തേക്കും 1 ഡിഗ്രി കുറഞ്ഞ അളവാണ് കിട്ടുന്നത്. അപ്പോൾ കക്ഷത്തിൽ വെച്ച് എടുക്കുമ്പോൾ ഇപ്പം 97.6 ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് 1 ഡിഗ്രി നിങ്ങൾക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 98.6 ആണ് അത് കറക്റ്റായിട്ട് ഉള്ളത്. കക്ഷത്തിൽ വയ്ക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് കക്ഷത്തിൻ്റെ മിഡിൽ ഭാഗത്ത് തന്നെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കൈ താഴ്ത്തി വയ്ക്കുക, എങ്കിലേ കറക്റ്റായിട്ടുള്ള റീഡിങ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഡിജിറ്റൽ തെർമോമീറ്റർ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്പർ 1, ഉപയോഗത്തിന് മുമ്പ് ശേഷവും അത് സ്പിരിറ്റോ എന്തെങ്കിലും സാനിറ്റൈസർ ഉപയോഗിച്ച് അതിൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് വയ്ക്കണം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേറെ തെർമോമീറ്റർ തന്നെ മാറ്റി വയ്ക്കുക. ഓക്കെ, ടിപ്പ് നമ്പർ 2, അപ്പോൾ ചായയോ കാപ്പിയോ തുടങ്ങിയ ചൂട് പാനീയങ്ങളും തണുപ്പുള്ള പാനീയങ്ങളും ഉപയോഗിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് തെർമോമീറ്റർ ഉപയോഗിക്കാവൂ, എങ്കിലേ അതിൻ്റെ റീഡിങ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇത് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് കക്ഷത്തിൽ വയ്ക്കും മുമ്പ് വിയർപ്പിൻ്റെ നനവ് ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ തുടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കക്ഷത്തിൽ തെർമോമീറ്റർ വയ്ക്കാൻ പാടുള്ളൂ, എങ്കിലേ ഉള്ളൂ അത് കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നാക്കിൻ്റെ അടിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ നാക്കിൻ്റെ ഇടയ്ക്ക് മധ്യഭാഗത്ത് ഒരു കട്ടയുള്ള ഇവിടെ ഇല്ല, അത് അവിടെയാണ് ടിപ്പ്, അതിൻ്റെ തെർമോമീറ്ററിൻ്റെ ടിപ്പ് ഇരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തെർമോമീറ്റർ പ്ലേസ് ചെയ്തതിന് ശേഷം പല്ലുകൊണ്ട് കടിക്കാതെ സൂക്ഷിക്കണം, ചുണ്ടുകൊണ്ട് മാത്രമാണ് അത് കൂട്ടിപ്പിടിക്കേണ്ടത്. അപ്പോൾ ചുണ്ട് അടച്ച് വയ്ക്കണം. ഓക്കെ, തെർമോമീറ്റർ വെച്ചതിന് ശേഷം ഓണായി കഴിഞ്ഞ് അന്നപ്പോഴത്തേക്കും ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫാരൻഹീറ്റ് ഇങ്ങനെ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും, അത് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ബീഫ് സൗണ്ട് നമുക്ക് വന്നതിന് ശേഷം മാത്രമേ തെർമോമീറ്റർ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ ടെമ്പറേച്ചർ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദണ്ട ഇവിടെ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ അപ്പോൾ നിങ്ങളുടെ 98.6 വരെയാണ് നമ്മുടെ നോർമലായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ 97 മുതൽ. ഓക്കെ, ഇപ്പോൾ അതിന് മുകളിൽ ഉള്ളതാണെങ്കിൽ 98.8 മുതൽ ആണെങ്കിൽ നിങ്ങൾക്ക് പനി ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ ചൂട് കുറവാണെങ്കിൽ അത് 97 താഴെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോതെർമിയ എന്ന് പറയും. അപ്പോൾ 97 താഴെ വരുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ ചൂടുവെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ സ്വെറ്റർ ഇടുകയോ വേറൊരു ചൂടുള്ള റൂമിലോട്ട് മാറ്റുകയോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ടെമ്പറേച്ചർ എടുക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഒരു കമൻ്റ് ഇടാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ ഡിവൈസ് യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാം. ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും.